ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കുട്ടികളോട് പോലും പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പം അത്തരം ചോദ്യങ്ങളും അതേ ചോദ്യങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റിപ്ലൈ, അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയാൻ പറ്റുന്ന മറുപടികൾ, അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർ യു ദേർ. ആർ യു ദേർ, നീ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള അർത്ഥമൊക്കെ വരുന്ന രീതിയിലാണ് എങ്ങനെ ചോദിക്കുക, ആർ യു ദേർ. ഇതിന് മറുപടി നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, യെസ് ഐ എം ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് ഐ എം ഹിയർ, ഞാൻ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ നമുക്കും പറയാം. നീ അവിടെ ഉണ്ടോ? ഇല്ല, ഞാൻ അവിടെ ഇല്ല. എങ്ങനെ പറയാം? നോ ഐ എം നോട്ട് ദേർ. നോ ഐ എം നോട്ട് ദേർ, ഞാൻ അവിടെ ഇല്ല. നോ ഐ എം നോട്ട് ദേർ. ഇനി അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡു യു നോ ഹിം? ഡു യു നോ ഹിം, നീ അവനെ അറിയോ? ഡു യു നോ ഹിം? ഡു യു നോ ഹിം, നീ അവനെ അറിയുമോ? ഇതിന് രണ്ട് രീതിയിൽ മറുപടി പറയാം അല്ലേ? നെഗറ്റീവായിട്ട് പറയാം, അതെങ്ങനെയാണ്? പോസിറ്റീവായിട്ടും പറയാം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. യെസ് ഐ നോ ഹിം. യെസ് ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം. യെസ് ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം. ഇനി നെഗറ്റീവായിട്ട് നമുക്ക് പറയാം, ഇല്ല, എനിക്കവനെ അറിയില്ല. എനിക്കവനെ അറിയില്ല. എങ്ങനെ പറയാം? നോ ഐ ഡോണ്ട് നോ ഹിം. നോ ഐ ഡോണ്ട് നോ ഹിം, എനിക്കവനെ അറിയില്ല. അടുത്തതെന്ന് പറയുന്നത് ഡു യു ലൈക്ക് മീ? ഡു യു ലൈക്ക് മീ, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കില്ലേ? ഡു യു ലൈക്ക് മീ? ഡു യു ലൈക്ക് മീ. ഇതിന് രണ്ട് രീതിയിൽ അതേപോലെ തന്നെ പറയാം. എങ്ങനെയാണ്? യെസ് ഐ ലൈക്ക് യു. യെസ് ഐ ലൈക്ക് യു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലൈക്ക് യു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇനി അതേപോലെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലും പറയാം. എങ്ങനെയാണത്? നോ ഐ ഡോണ്ട് ലൈക്ക് യു. നോ I don't like you. I don't like you. Then are you happy? Are you happy? നീ ഹാപ്പി ആണോ അല്ലെങ്കിൽ നീ സന്തോഷത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്? Are you happy? Are you happy? Yes, I'm very happy. ഞാൻ വളരെ സന്തോഷത്തിലാണ്. Yes, I'm very happy. Yes, I'm very happy. ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? No, ഐ എം നോട്ട് ഹാപ്പി. ഞാൻ സന്തോഷത്തിലല്ല എന്നുള്ളത് എങ്ങനെ പറയാം? നോ ഐ എം നോട്ട് ഹാപ്പി. നോ ഐ എം നോട്ട് ഹാപ്പി. ക്യാൻ യു ഹിയർ മീ? ക്യാൻ യു ഹിയർ മീ, നിനക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ, നിനക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നും പറയാം, കഴിയുന്നില്ല എന്നും പറയാം. അപ്പോൾ എങ്ങനെ പറയാം? എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിൽ എങ്ങനെ പറയാം? യെസ് ഐ ക്യാൻ ഹിയർ യു. യെസ് ഐ ക്യാൻ എന്ന് പറഞ്ഞാലും മതി. ഇനി അതേപോലെ നെഗറ്റീവായിട്ട് വരുന്ന സമയത്ത് എങ്ങനെ പറയാം? എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നോ ഐ കാൻറ്റ്. നോ ഐ കാൻറ്റ്, എനിക്ക് കഴിയുന്നില്ല. ഐ കാൻറ്റ്. വോണ്ട് യു ഗോ, നീ പോകുന്നുണ്ടോ അല്ലെങ്കിൽ നീ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചോദിക്കാം? വോണ്ട് യു ഗോ. ഇതിന് രണ്ട് രീതിയിൽ പറയാം. ഞാൻ പോകുന്നില്ല. ഞാൻ പോകുന്നില്ല. നോ ഐ വിൽ നോട്ട് ഗോ. നോ ഐ വിൽ നോട്ട് ഗോ, ഞാൻ പോകുന്നില്ല. ഇനി ഞാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പോകും എങ്ങനെ പറയാം? യെസ് ഐ വിൽ ഗോ. യെസ് ഐ വിൽ ഗോ, ഞാൻ പോകും. വോണ്ട് യു കം, നീ വരുന്നുണ്ടോ അല്ലെങ്കിൽ നീ വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്? വോണ്ട് യു കം. വോണ്ട് യു കം. നോ ഐ വിൽ നോട്ട് കം. നോ ഐ വിൽ നോട്ട് കം, ഞാൻ വരില്ല.
ഇല്ല, ഞാൻ വരില്ല. നോ ഐ വിൽ നോട്ട് കം, ഞാൻ വരില്ല. ഇനി അതേപോലെ തന്നെ യെസ് ഐ വിൽ കം, യെസ് ഐ വിൽ കം, ഞാൻ വരും, ഞാൻ വരും. യെസ് ഐ വിൽ കം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർ യു സിക്ക്, ആർ യു സിക്ക്. നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, നിനക്ക് സുഖമില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ, അതിനു വേണ്ടി എങ്ങനെ ചോദിക്കാം? ആർ യു സിക്ക്. ആൻസർ നമുക്ക് എങ്ങനെ പറയാം? യെസ് ഐ എം സിക്ക്. അതെ, എനിക്ക് സുഖമില്ല. യെസ് ഐ എം സിക്ക്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നോട്ട് ഫീലിംഗ് വെൽ എന്നൊക്കെ പറയാം. ഇനി അടുത്തത് നെഗറ്റീവായിട്ട് നമുക്ക് എങ്ങനെ പറയാം? നോ ഐ എം ഫീലിംഗ് വെൽ, നോ ഐ എം ഫീലിംഗ് വെൽ. എനിക്ക് അസുഖമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? നോ ഐ എം ഫീലിംഗ് വെൽ. ദെൻ ആർ യു ഷുവർ, ആർ യു ഷുവർ. നിങ്ങൾക്ക് തീർച്ചയാണോ, നിങ്ങൾക്ക് ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കില്ലേ, അതെങ്ങനെയാണ്? ആർ യു ഷുവർ, ആർ യു ഷുവർ. എങ്ങനെ പറയാം ആൻസർ? യെസ് ഐ എം ഷുവർ, യെസ് ഐ എം ഷുവർ. എനിക്ക് തീർച്ചയാണ്. യെസ് ഐ എം ഷുവർ, എനിക്ക് ഉറപ്പാണ്, എനിക്ക് തീർച്ചയാണ് എന്നൊക്കെ പറയാം. ഇനി അതേപോലെ നെഗറ്റീവായിട്ടാണെങ്കിലോ, നോ ഐ എം നോട്ട് ഷുവർ, നോ ഐ എം നോട്ട് ഷുവർ. എനിക്ക് ഒരു ഉറപ്പുമില്ല. എനിക്ക് ഒരു ഉറപ്പുമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നോ ഐ എം നോട്ട് ഷുവർ. ഇനി അതേപോലെ ക്യാൻ ഐ ഈറ്റ് ദിസ്, ക്യാൻ ഐ ഈറ്റ് ദിസ്. എനിക്കിത് കഴിക്കാൻ അല്ലെങ്കിൽ ഭക്ഷിക്കാൻ കഴിയുമോ? ക്യാൻ ഐ ഈറ്റ് ദിസ്? നോ യു കാൻറ്റ്, നോ യു കാൻറ്റ്. കഴിയില്ല, നിനക്ക് കഴിയില്ല. യു കാൻറ്റ്. ഇനി അതേപോലെ നിനക്ക് കഴിയും എന്നാണെങ്കിലോ, യെസ് യു ക്യാൻ, യെസ് യു ക്യാൻ. നിനക്ക് കഴിയും. അതേപോലെ ഈസ് ഹി സ്റ്റിൽ ദേർ, ഈസ് ഹി സ്റ്റിൽ ദേർ. അവൻ ഇപ്പോഴും അവിടെ ഉണ്ടോ? ഈസ് ഹി സ്റ്റിൽ ദേർ. ഇപ്പോഴും അവൻ അവിടെ ഉണ്ടോ? നോ, നോ ഹി ഈസ് നോട്ട് ദേർ, ഹി ഈസ് നോട്ട് ദേർ. നോ ഹി ഈസ് നോട്ട് ദേർ. ഇല്ല, അവൻ അവിടെ ഇല്ല, അവൻ അവിടെ ഇല്ല. ഹി ഈസ് നോട്ട് ദേർ. ഇനി അവൻ അവിടെ ഉണ്ട്, അവൻ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളത് എങ്ങനെ പറയാം? യെസ് ഹി ഈസ് സ്റ്റിൽ ദേർ, ഹി ഈസ് സ്റ്റിൽ ദേർ. അവൻ ഇപ്പോഴും അവിടെ ഉണ്ട്. അതേപോലെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ദാറ്റ് ട്രൂ, ഈസ് ദാറ്റ് ട്രൂ. അത് ശരിയാണോ? ഈസ് ദാറ്റ് ട്രൂ. അത് ശരിയാണോ? യെസ് ഇറ്റ് ഈസ് ട്രൂ. അതെ, അത് ശരിയാണ്. യെസ് ഇറ്റ്സ് ട്രൂ. ദെൻ അടുത്തത് നെഗറ്റീവ് എങ്ങനെ നമുക്ക് പറയാം? നോ ഇറ്റ്സ് നോട്ട് ട്രൂ. അത് ശരിയല്ല. നോ ഇറ്റ്സ് നോട്ട് ട്രൂ. അത് ശരിയല്ല. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ നെഗറ്റീവ് ആൻസേഴ്സ്, പോസിറ്റീവ് ആൻസേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കാൻ ആരും വിട്ടുപോകരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോയുമായിട്ട് വരാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ ആരും വിട്ടുപോകരുത്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ.